പാരമ്പര്യ ശൈലിയുടെ തലയെടുപ്പിലും ആധുനിക ഭാവപകർച്ചകൾ കാത്തുവയ്ക്കുന്ന ഒരു വീടാണിത്. ഏറ്റുമാനൂരിനടുത്ത് ഓണംതുരുത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഉടമ പ്രവാസിയായ ബിനു സൈമണാണ്. 32 സെന്റിൽ വിരാജിക്കുന്ന 4800 ചതുരശ്രയടി വിസ്തീർണമുള്ള ഈ വീടിനെ ഹൃദയഹാരിയാക്കി തീർത്തിരിക്കുന്നത് കൂത്താട്ടുകുളത്തുള്ള ഗൈഡ് ലൈൻ ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ഉടമയും ഡിസൈനറുമായ ശ്രീ അനിൽകുമാറാണ്. ഇതിൻ്റെ ഉടമസ്ഥനായ വിനുവും ഞാനും തമ്മിൽ സംസാരിക്കുമ്പോൾ പ്ലാനിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞത് നല്ല ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു എലിവേഷൻ വേണം. അപ്പോൾ അതിന് പ്രകാരം പല തട്ടുകളായിട്ട് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കാറ്റും വെളിച്ചവും കയറത്തക്ക രീതിയിൽ നല്ല മോപ്പോട് കൂടിയുള്ള ഒരു എലിവേഷൻ വേണം. നല്ലൊരു തലയെടുപ്പോട് കൂടിയുള്ള ഒരു എലിവേഷൻ വേണമെന്ന് എന്നോട് പറയും. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അത് പുള്ളിക്ക് നല്ല മനസ്സിനിണങ്ങുന്ന രീതിയിൽ ഒരു എലിവേഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പാരമ്പര്യ ഭംഗിയുടെ ഗരിമ വിളിച്ചോതുന്ന എലിവേഷനാണ് ഈ വീടിന് ഏറെ തലയെടുപ്പ് പകരുന്നത്. തട്ടുതട്ടായി വികസിക്കുന്ന എലിവേഷൻ മുഖപ്പുകളിൽ ഊന്നിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ഷേത്രചാരുത പ്രകാശിപ്പിക്കുന്ന എലിവേഷൻ മുഖപ്പുകൾ കൊണ്ട് സമ്പന്നമാണ്. വെൺഭംഗിയോടെ നിലകൊള്ളുന്ന കോമ്പൗണ്ട് വാളിന്റെ അതിരുകളിൽ നിന്നാണ് ഈ വീടിന്റെ ഹൃദയഭാവങ്ങൾ നമ്മുടെ മനസ്സു തൊടുക.
പ്രധാന ഗേറ്റിൽ നിന്നും അല്പം ഉൾവലിഞ്ഞു നിൽക്കുന്ന വീട് ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മളെ അതിശയിപ്പിക്കും. വീടിന്റെ ഭംഗി പൂർണ്ണമായും അനാവൃതമാക്കുന്ന വിധത്തിലാണ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെൺചാരുതയോടെ നിലകൊള്ളുന്ന കോമ്പൗണ്ട് വാൾ വീടിന്റെ വ്യത്യസ്തമാർന്ന കാഴ്ചകളെ എല്ലാ വശങ്ങളിൽ നിന്നും നമുക്ക് അനുഭവവേദ്യമാക്കി തീർക്കും. കാസ്റ്റേണിൽ തീർത്ത പ്രധാന ഗേറ്റ് കടന്നു വേണം വാസ്തുശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച വീടിന്റെ പുതുമകളെ നമുക്ക് കൂടുതൽ അടുത്തറിയുവാൻ. മുറ്റത്ത് പ്രവേശിക്കുന്നതോടെയാണ് തലയെടുപ്പോടെ നിൽക്കുന്ന വീടിന്റെ വർണ്ണഭംഗി നമുക്ക് കൂടുതൽ ആസ്വാദ്യകരമായി തീരുക. ഉരുളൻ തൂണുകളിൽ ഊന്നിയാണ് ഫ്രണ്ട് സിറ്റ് ഔട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രണ്ട് സിറ്റ് ഔട്ടിനോട് ഇണങ്ങി നിൽക്കുന്ന വിധത്തിലാണ് ഉരുളൻ തൂണുകൾ കാവൽ നിൽക്കുന്ന കാർ പോർച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുഖപ്പുകൾ അലങ്കാരമാക്കുന്ന എലിവേഷന് വർണ്ണപ്പകിട്ട് പ്രദാനം ചെയ്യുന്നുണ്ട് ചുവപ്പും കറുപ്പും പച്ചയും സമന്വയിപ്പിച്ച ഗ്ലാസ് വിൻഡോസ്. പ്ലോട്ടിനനുസൃതമായി രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ വീട് പാരമ്പര്യ ഭംഗിയുടെ വ്യത്യസ്തതകളെയാണ് ഒരേ ക്യാൻവാസിൽ വരച്ചു ചേർത്തിരിക്കുന്നത്. ഉരുളൻ തൂണുകളുടെ സമൃദ്ധിയിൽ നിലകൊള്ളുന്ന കാർ പോർച്ചിനോട് ചേർന്ന് എൽ ഷേപ്പിൽ നീളൻ വരാന്ത നൽകിയിട്ടുണ്ട്. സിറ്റിംഗിന് അനുയോജ്യമായി രൂപപ്പെടുത്തിയിരിക്കുന്ന ഇവിടെയും ഉരുളൻ തൂണുകളുടെ കമനീയത തന്നെയാണ് പ്രകടമാകുന്നത്. വാസ്തുശാസ്ത്രത്തിന്റെ പിൻബലത്തോടെയാണ് ഡിസൈനർ അനിൽകുമാർ ഈ വീടിന്റെ ഓരോ ഇടവും രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് 5 ബെഡ്റൂമുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും എല്ലാം വളരെ പ്രൈവസി ആയിട്ട് ഡ്രോയിങ് റൂമിൽ നിന്നും വിഷൻ വരാത്ത രീതിയിൽ വളരെ പ്രൈവസി ആയിട്ട് തന്നെയാണ് റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ റൂമിൽ നിന്നും ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടും വളരെ ഒതുങ്ങിയ രീതിയിലുമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ക്ഷേത്ര സമാനമായ കരിങ്കൽ പടിക്കെട്ടുകൾ താണ്ടി വേണം സ്പേസ് യൂട്ടിലൈസേഷൻ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഈ വീടിന്റെ ഫ്രണ്ട് സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കാൻ. പ്രധാന വാതിലിനോട് ചേർന്ന ഇവിടെ നിന്നാണ് കാർ പോർച്ചിന് അനുബന്ധമായ എൽ ഷേപ്പ് വരാന്തയിലേക്കും ചാരുപടിയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന സിറ്റിംഗ് പ്ലേസിലേക്കും വഴികൾ തീർത്തിരിക്കുന്നത്. ചാരുപടിയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഇവിടെയും ഉരുളൻ തൂണുകളുടെ സമൃദ്ധി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിന്നും വീടിനകത്തേക്ക് പ്രത്യേകം വാതിൽ നൽകിയിട്ടുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം കിഴക്കുനിന്നുള്ള പ്രവേശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ വാതിൽ പ്രത്യേകം നൽകിയിട്ടുള്ളത്. നീളൻ ജനാലകൾക്ക് നടുവിലായിട്ടാണ് പ്രധാന വാതിലിന്റെ സ്ഥാനം. എലിവേഷന്റെ ഭാഗമായി നമ്മുടെ മനം കവരുന്ന വർണ്ണഭംഗി ചാലിച്ച ഗ്ലാസ് ഏറെ ആസ്വാദ്യകരമായി തീരുന്നതും ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ ചിലവഴിക്കുന്ന നിമിഷങ്ങളിലാണ്. വർണ്ണഭംഗിയോടെ നിലകൊള്ളുന്ന നീളൻ ജനാലകൾ പാരമ്പര്യ ശൈലിയിൽ തീർത്ത വീടിന് പുതുമ പകരുന്നുണ്ട്. ഞാനൊരു പ്രവാസിയാണ്. 12 വർഷകാലമായിട്ട് അയർലൻഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് ഞാനൊരു പ്ലോട്ട് നോക്കി 31 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ അകത്ത് നല്ലൊരു വീട് പണിയാൻ ഞാൻ ഒത്തിരി നാൾ ആഗ്രഹിച്ചു. നല്ലൊരു വീട് പണിയാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചു നടന്ന ഒരു ആർക്കിടെക്റ്റിനെ കണ്ടുപിടിച്ചു. അനിൽ സാറിനെ കണ്ടുപിടിച്ചു. പ്ലാൻ വരച്ച് കഴിഞ്ഞപ്പം സാറിനോട് ഞാൻ പറഞ്ഞു 5 ബെഡ്റൂമും ഒരു കോർട്ട്യാർഡും വേണമെന്ന് പറഞ്ഞു. അത് നല്ല രീതിയിൽ സാറ് നല്ല വലിപ്പത്തിലും നല്ല രീതിയിലും വരച്ച് നല്ല പ്ലാനിൽ തന്നെ വരച്ച് തന്നതിന് ഭയങ്കര അതിയായ സന്തോഷം. അത് പണിത് തന്നതിന് സന്തോഷമുണ്ട്. മയിൽ ചിത്രത്താഴിന്റെ വശ്യത നിറഞ്ഞ പ്രധാന വാതിൽ തുറക്കപ്പെടുന്നതോടെയാണ് ഈ വീടിന്റെ വിസ്മയലോകം നമുക്ക് മുന്നിൽ അനാവൃതമായി തീരുക. പ്രധാന വാതിൽ തുറന്ന് നാം പ്രവേശിക്കുക വിശാലമായ ലിവിംഗിലേക്കാണ്. സ്പേസ് യൂട്ടിലൈസേഷന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഇവിടം ഈ വീടിന്റെ സ്പന്ദനങ്ങൾ നിറയുന്ന പ്രിയ ഇടം കൂടിയാണ്. ഇവിടെ നിന്നാണ് താഴത്തെ നിലയിലെ 2 കിടപ്പറകളിലേക്കും മുകൾ നിലയിലേക്കും അടുക്കളയിലേക്കുമെല്ലാം പ്രവേശന വഴികൾ തീർത്തിട്ടുള്ളത്. വാട്ടർ ഫൗണ്ടൻ ജലസംഗീതം പൊഴിക്കുന്ന ഇവിടം തടിയുടെ പാരമ്പര്യ തനിമ കൊണ്ട് ഏറെ മനോഹരമാണ്. ഈ വീടിൻ്റെ ഡ്രോയിങ് റൂം എന്ന് പറയുമ്പോൾ അതിവിശാലമായിട്ടുള്ള ഒരു ഡ്രോയിങ് റൂമാണ്. അപ്പർ ലിവിംഗ് ആണെങ്കിലും വളരെ വിശാലമായിട്ട് എല്ലാ ബെഡ്റൂമിലേക്കും എൻട്രൻസ് വരത്തക്ക രീതിയിൽ വളരെ വിശാലമായിട്ടാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡ്രോയിങ് റൂമിൽ നിന്നും മേളിലെ ലിവിംഗ് റൂമിലേക്ക് കയറുമ്പോഴുള്ള സ്റ്റെയർ എല്ലാം ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ വളരെ വിശാലമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ പോർഷനിൽ
വളരെ മനോഹരമായിട്ടൊരു വാട്ടർ ബോഡി നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പ്രയർ പോർഷനും നിർമ്മിച്ചിട്ടുണ്ട്. മനസ്സിന് കുളിർമ പകരുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഇവിടം ഈ വീടിന്റെ ബ്യൂട്ടി സ്പോട്ട് കൂടിയാണ്. ഇതിനോട് ചേർന്ന് ദൈവിക ഭംഗിയോടെ മാതാവിന് ഇടം നൽകിയിട്ടുണ്ട്. വാട്ടർ ഫൗണ്ടന് നൽകുന്ന വർണ്ണഭംഗിയുടെ തുടർച്ചയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുക. ഈ വീടിന്റെ പ്രിയ ഇടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലിവിങ്ങിന്റെ മറ്റൊരാകർഷണം വർണ്ണഭംഗിയോടെ നിറയുന്ന ഫാൾ സീലിംഗ് ആണ്. ഇരുനിലകളെയും ഒരേപോലെ വശ്യസുന്ദരമാക്കി തീർക്കാൻ വർണ്ണഭംഗി ചാലിച്ച ഈ ഫാൾ സീലിംഗിന് കഴിയുന്നുണ്ട്. 2 കിടപ്പറകളാണ് ലിവിങ്ങിന് ചേർന്നുള്ളത്. സ്പേസ് ഭംഗിയായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഈ 2 കിടപ്പറകളും ഫാൾ സീലിംഗ് പുതുമകൾ കൊണ്ടാണ് നമ്മുടെ മനസ്സ് കീഴടക്കുക. പ്രത്യേകം ഡ്രസ്സിംഗ് ഏരിയ രൂപപ്പെടുത്തിയ ഈ കിടപ്പറകൾ ആധുനിക ശൈലിയിൽ തീർത്ത അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൂടി അനുബന്ധമാക്കുന്നുണ്ട്. ലിവിംഗിൽ നിന്ന് ഗ്ലാസ് വാതിൽ തുറന്ന് നാം നേരെ പ്രവേശിക്കുക വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ്. സ്പേസിന് പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ഡൈനിങ് ഏരിയയ്ക്കും പ്രത്യേകം ഫാൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു വശത്തെ ഭിത്തി കീഴടക്കുന്നത് അവസാന അത്താഴത്തിന്റെ ശില്പചാരുതയാണ്. ഡൈനിങ്ങിൽ നിന്ന് നീളുന്ന ഇടനാഴിയുടെ അറ്റത്താണ് വാഷ് ബേസിൻ ഏരിയയുടെ സ്ഥാനം. സ്പേസ് യൂട്ടിലൈസേഷൻ പ്രകടമാകുന്ന വാഷ് ബേസിൻ ഏരിയയോട് ചേർന്ന് കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിൽ ഒരു കിടപ്പറയ്ക്കും സ്ഥാനം നൽകിയിരിക്കുന്നു. ഡൈനിങ്ങിൽ നിന്നും വുഡ് ആൻഡ് ഗ്ലാസ് തീമിൽ തീർത്ത വാതിൽ തുറന്നു വേണം നമുക്ക് പ്രധാന കിച്ചണിലേക്ക് പ്രവേശിക്കാൻ. സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പ്രധാന കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് ഗ്ലാസ് തീമിന്റെ തുടർച്ചയാണ് അടുക്കളയുടെ ഡിസൈനിങ്ങിലും നമുക്ക് കാണാൻ സാധിക്കുക. കൗണ്ടർ ടോപ്പിന് മാറ്റുകൂട്ടുന്നുണ്ട് അനുബന്ധമായി ഭിത്തിയിൽ നിറയുന്ന ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രേ തീം. ഫാൾ സീലിംഗ് ഡിസൈനിങ്ങിൽ ഈ വീട് പ്രകടിപ്പിക്കുന്ന പുതുമ അടുക്കളയിലും നമുക്ക് കാണാൻ സാധിക്കും. പർഗോള തീമിൽ തീർത്തിരിക്കുന്ന ഫാൾ സീലിംഗ് അടുക്കളയുടെ ആകർഷണങ്ങളിൽ ഒന്നായി മാറുന്നുണ്ട്. പ്രധാന കിച്ചണിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിൽ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി ഈ വീട് കാത്തുവയ്ക്കുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഡിസൈനിങ് ശൈലിയാണ് വർക്കിംഗ് കിച്ചന്റെ ഡിസൈനിങ്ങിൽ പ്രകടമാകുന്നത്. ലിവിംഗിൽ നിന്നാണ് മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിന് സ്ഥാനം നൽകിയിട്ടുള്ളത്. സ്പേസ് ഒട്ടും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ തീർത്തിരിക്കുന്ന സ്റ്റെയർ കേസിന്റെ അടിഭാഗം സ്റ്റോറേജ് സ്പേസ് ആയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഗ്രാനൈറ്റ് പടിക്കെട്ടുകൾ താണ്ടി മുകളിലേക്ക് പോകുമ്പോഴാണ് മാന്ത്രിക സ്പർശമുള്ള ലിവിംഗ് സ്പേസിന്റെ പ്രത്യേകത നമുക്ക് ഏറെ വിസ്മയകരമായി തീരുക. തടിയുടെ പാരമ്പര്യ ഭംഗി തന്നെയാണ് സ്റ്റെയർ കേസിനും അഴകു പകരുന്നത്. ഒരു വശത്തെ നീളൻ ജനാലകളുടെ സമൃദ്ധി തന്നെയാണ് സ്റ്റെയർ കേസിന്റെ പടിക്കെട്ടുകളെ പ്രകാശപൂരിതമാക്കി തീർക്കുന്നത്. ലിവിംഗിൽ നിന്നും നമ്മുടെ ഹൃദയം കവരുന്ന ഫാൾ സീലിംഗിന്റെ രൂപകാന്തി പൂർണ്ണമായും നമുക്ക് ആസ്വാദ്യകരമായി തീരുക മുകൾ നിലയിൽ പ്രവേശിക്കുന്നതോടെയാണ്. തടിയുടെ കൈവരികളുടെ തുടർച്ച അതിരുകളിടുന്ന മുകൾ നിലയിൽ നിന്നും താഴേക്കുള്ള കാഴ്ച സ്വപ്നതുല്യമാണ്. വർണ്ണഭംഗിയോടെ നിലകൊള്ളുന്ന ഫാൾ സീലിംഗ് തന്നെയാണ് മുകൾ നിലയുടെ പ്രധാന ആകർഷണം. ഇവിടെ നിന്നാണ് 2 കിടപ്പറകളിലേക്കും ഓപ്പൺ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമെല്ലാം പ്രവേശന വഴികൾ തീർത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ പടിക്കെട്ടുകൾ അവസാനിക്കുന്നിടത്തു നിന്നുമാണ് വിശാലമായ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പ്രവേശനം ഒരുക്കിയിട്ടുള്ളത്. ഫംഗ്ഷണൽ ഏരിയയായി ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള വിശാലത തന്നെയാണ് ഈ യൂട്ടിലിറ്റി ഏരിയയെ മികച്ചതാക്കി തീർക്കുന്നത്. വിശാലമായ ഇവിടെ നിന്നും സ്റ്റെപ്പുകൾ നൽകി പ്രത്യേകം പാർട്ടി ഏരിയ കൂടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എലിവേഷനിൽ 3 നിലയുടെ പകിട്ടായി മാറുന്ന ഈ ഭാഗത്തെയാണ് പാർട്ടി ഏരിയയ്ക്കായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. വീടിന്റെ മുകൾ കാഴ്ചയിൽ സ്ഥാനം പിടിക്കുന്ന പോളികാർബണേറ്റ് ഷീറ്റ് വഴിതെളിക്കുന്നതും ഈ പാർട്ടി ഏരിയയിലേക്കാണ്. പ്രത്യേകം കോമൺ ടോയ്ലറ്റ് നൽകിയാണ് കാറ്റും വെളിച്ചവും യഥേഷ്ടം നിറയുന്ന ഈ പാർട്ടി ഏരിയ രൂപപ്പെടുത്തിയിട്ടുള്ളത്. സ്പേസിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്ന ആപ്തവാക്യമാണ് ഡിസൈനർ അനിൽകുമാർ ഇവിടെ പ്രായോഗികമാക്കി തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബാക്ക് സൈഡിലുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും അതിനോടൊപ്പം തന്നെ 3rd ഫ്ലോറിൽ ഒരു പാർട്ടി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലെ ആ യൂട്ടിലിറ്റി സ്പേസും മറ്റേ 3rd ഫ്ലോറിലെ ആ പാർട്ടി സ്പേസും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് പാർട്ടി നടത്തക്ക രീതിയിൽ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമുക്ക് എലിവേഷനിൽ ആ ഒരു
ഹൈറ്റ് കൂടുതൽ തോന്നിക്കുന്നതും അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത ഇതിലെടുത്ത് പറയത്തക്ക ഒരു ഘടകമായിട്ട് വന്നിട്ടുള്ളത്. വീടിന്റെ എലിവേഷൻ ഭംഗിയെ അനാവൃതമാക്കി തരുന്ന ഇടമാണ് ഈ വീടിന്റെ കോമൺ ബാൽക്കണി. സ്പേസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് മുഖപ്പുകളിൽ ഊന്നിയ എലിവേഷൻ ചാരുത നമുക്ക് ഹൃദ്യമായി അനുഭവപ്പെടുക. പ്രത്യേകം ബാൽക്കണികൾ നൽകി നിർമ്മിച്ചിരിക്കുന്ന 2 കിടപ്പറകളാണ് മുകളിലത്തെ നിലയിലുള്ളത്. ചാരുപടിയോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ബാൽക്കണികൾ സ്വകാര്യതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വീടിന്റെ മറ്റിടങ്ങളിൽ എന്ന പോലെ ഇവിടെയും മുഖ്യ ആകർഷണമായി മാറുന്നത് ഫാൾ സീലിംഗിന്റെ രൂപഭംഗി തന്നെയാണ്. പ്രത്യേകം ഡ്രസ്സിംഗ് ഏരിയ നൽകി നിർമ്മിച്ചിരിക്കുന്ന കിടപ്പറകൾ സ്പേസ് ഭംഗിയായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിലാണ് ആധുനിക ശൈലിയിൽ തീർത്ത അറ്റാച്ച്ഡ് ബാത്റൂമുകളുടെ സ്ഥാനം. ഈ കിടപ്പറയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂം ഡിസൈൻ മികവോടെ കോമൺ ബാത്റൂമാക്കിയും മാറ്റിയിട്ടുണ്ട്. നമ്മളൊരു ഭവനം പണിയുമ്പോൾ അത് 1 സെൻറ്റ് സ്ഥലത്തായാലും ഒരു 50 സെൻറ്റ് സ്ഥലത്തായാലും നമുക്കത് പൂർണ്ണമായും വാസ്തുപ്രകാരം നമുക്കത് നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു തോന്നൽ വരും, 2 സെൻറ്റ് സ്ഥലത്തൊക്കെ എങ്ങനെ നമ്മൾ വാസ്തുപ്രകാരം നോക്കി ചെയ്യും. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഡയറക്ഷൻ, അതായത് ഓറിയൻറ്റേഷൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിപ്പോൾ 2 സെൻറ്റ് സ്ഥലത്തിലായാലും നമുക്കത് വളരെ കറക്റ്റായിട്ട് നോക്കി ഡയറക്ഷൻ കറക്റ്റ് ചെയ്യുക. പിന്നെ നമ്മളവിടെ നമുക്ക് ഒരു ജലാശയം ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ട് കിണറിൻ്റെ സ്ഥാനം നോക്കുക, അതുപോലെ തന്നെ അടുക്കളയുടെ സ്ഥാനം നോക്കുക, അതുപോലെ ബെഡ്റൂം. അതിപ്പോൾ നമുക്ക് ഒരു 2 സെൻറ്റ് സ്ഥലത്തിലായാലും അതൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നോക്കി അതെല്ലാം വേണ്ട രീതിയിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് അത് വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ അതിൻ്റെ എലിവേഷനും അതുപോലെ തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനും എല്ലാം പ്രാധാന്യം കൊടുത്ത് തന്നെ നമുക്കത് വാസ്തുപ്രകാരം നമുക്കത് വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അതിൻ്റെ അകത്ത് എൻജിനീയറിങ് രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ നമ്മൾ വാസ്തുവായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമെന്നൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. പക്ഷേ അതങ്ങനെയല്ല. നമ്മൾ എപ്പോഴും വീട് പണിയുന്നത് നമ്മൾ ഭൂമിയിലാണ് വീട് പണിയുന്നത്. അപ്പോൾ അത് ഭൂമിയിൽ നമ്മൾ വീട് പണിയുമ്പോൾ നമ്മുടെ ആ ഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം ഭൂമിയിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഊർജ്ജ സ്രോതസ്സുകൾ മുഴുവൻ വളരെയധികം പ്രയോജനപ്പെടുത്തി നമുക്കതെല്ലാം ഭംഗിയായിട്ട് ചെയ്യാവുന്ന കാര്യവും. വീടെന്ന സ്വപ്നത്തിന് വാസ്തുവിന്റെ അനുകൂല ഊർജ്ജ പ്രദാനം ചെയ്തുകൊണ്ടാണ് ഡിസൈനർ അനിൽകുമാർ ഈ വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏത് ശൈലിയുള്ള വീട് ഡിസൈൻ ചെയ്യുമ്പോഴും വാസ്തുശാസ്ത്രത്തിന്റെ പിൻബലം നൽകാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന അദ്ദേഹത്തിന്റെ അനേകം വീടുകളിൽ ഒന്നു മാത്രമാണിത്. മണ്ണും മനുഷ്യനും പ്രകൃതിയും സമന്വയിക്കുന്ന പുത്തൻ ശൈലിയാണ് ഡിസൈനർ അനിൽകുമാർ ഈ പുതിയ കാലത്തിലും നമുക്കായി കാത്തുവയ്ക്കുന്നത്.